മകന് ശിക്ഷണം നൽകുക. അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. കരയിലെ ഏറ്റവും വലിയ മൃഗമാണല്ലോ ആന. ഈ വന്യജീവിയെ ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇടയിൽ ആനകളും പാപ്പാമാരും സജീവമായി നിലകൊള്ളുന്നത്. ശിക്ഷണം കൊടുത്ത് വന്യജീവിയായ ആനയെ മെരുക്കിയെടുക്കുന്നത് പോലെ മറ്റെല്ലാ ജീവികളെയും നമ്മുടെ വരുതിയിലാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ ശിക്ഷണം അഥവാ വിദ്യാഭ്യാസം ലഭിച്ച മക്കളെ കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും സന്തോഷമേ ഉണ്ടാവുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ അവരുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ശിക്ഷിക്കേണ്ടതാണെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യണം. മക്കൾ നേർവഴിക്ക് പോകാൻ, അവർ മിടുക്കരായി തീരുവാൻ ശാസനയും ശിക്ഷയും ശിക്ഷണവും മാത്രം പോരാ, ദൈവസന്നിധിയിലേക്ക് അവരുടെ ചിന്തകളെ എത്തിക്കുകയും വേണം. ദൈവഭയമുള്ള മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടുകയും സൽസ്വഭാവികളെ മാറുകയും ചെയ്യും. അവർ നിങ്ങളുടെ വീടിനും സമൂഹത്തിനും പ്രകാശമാണ്. ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. ഓരോരുത്തരുടെയും കഴിഞ്ഞകാല അനുഭവങ്ങൾ നോക്കിയാൽ ദൈവഭയമുള്ള മാതാപിതാക്കളുടെ മക്കൾ ഒരിക്കലും താന്തോന്നികളെ പോയിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കും. ശുഭദിനം.